ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണിത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 250 ml ഓളം, 250 ml ആണ് അളവ്. അപ്പോൾ ആ ഒരു കപ്പിൽ മുഴുവൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പഞ്ചസാര മെൽറ്റ് ആക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഭയങ്കരമായിട്ട് അങ്ങ് ആ കരിഞ്ഞൊരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കനയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ട, ഇച്ചിരി സമയം എടുത്തെന്നാലും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. അപ്പോൾ അത് ആ ലോ ഫ്ലെയിമിൽ ഏകദേശം 8 മിനിറ്റോളം 6 മുതൽ 8 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ അതിങ്ങനെ ഒന്ന് മെൽറ്റായി വരാൻ. നിങ്ങളിത് അടുപ്പത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നിന്നതുകൊണ്ട് ഇളക്കി കൊടുത്തു എന്ന് മാത്രം. ഇത് തനിയെ അങ്ങ് ഉരുകി ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഈ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എടുത്തിട്ട് ഉള്ള ബട്ടർ അല്ല കേട്ടോ അത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. ഇതിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ച് എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു പഞ്ചസാരയുടെയും ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് ആയിട്ട് വരിക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓൺ ആണ്, ലോ ഫ്ലെയിമിലാണെന്ന് മാത്രം. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തതിൽ നിന്ന് കുറച്ച് ഞാൻ 1-2 കൈ ഇതുപോലത്തെ ഒരു കയ്യിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അതിതുപോലെ ഞാനൊരു ബട്ടർ പേപ്പർ ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കുറച്ച് കശുവണ്ടി ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തെന്നാലും മതി. എന്നിട്ട് ഉടനെ തന്നെ അല്പം കശുവണ്ടിയോ കപ്പലണ്ടിയോ എന്താണ് വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ആ ഒരു സിറപ്പ് എടുത്തിട്ട് ഈ ഒരു കശുവണ്ടിയുടെ മേലെയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മളൊന്ന് ഒഴിച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റിനകത്ത് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഉറച്ച് കിട്ടും. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു കുഴപ്പം കൂടാതെ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു ലോ ഫ്ലെയിമിലുള്ള ബാക്കിയുള്ള നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. ഇത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം എന്നൊക്കെ പറയുന്നതാണ്. ഫ്രീസറിനകത്തൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രിഡ്ജിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി 1 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം. 1/2 കപ്പ് വെച്ചിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ടിരുന്ന പഞ്ചസാര പതുക്കെ ഇങ്ങനെ തിക്കാവാൻ തുടങ്ങും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ ഒരു കട്ടിയായിട്ടുള്ള പഞ്ചസാര ഉരുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് എന്നോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ സോസ് എന്നൊക്കെ പറയാം. സംഭവം ഇവിടെ റെഡിയാണ്. ഇതിനകത്തുള്ള നമ്മൾ നേരത്തെ അലിയാതെ കിടന്നിരുന്ന ആ ഒരു പഞ്ചസാരയുടെ മിക്സൊക്കെ അലിഞ്ഞിട്ടുണ്ട്, നല്ല സോസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറട്ടെ. ആറുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അല്പം ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ക്രീം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിന് ബീറ്ററാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബീറ്റർ വെച്ച് 1 മിനിറ്റ് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കണം എന്നില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ആ ഒരു സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. ആ ഒരു കാരമലൊക്കെ ചെയ്തിട്ടുള്ള സോസ്, ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പിന്നെ എപ്പോഴും ഈ ഒരു ക്രീമൊക്കെ നമ്മൾ അടിക്കുമ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുവാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പഞ്ചസാര ഇച്ചിരി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക, ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു
സോസും കൂടെ കാരമൽ സോസും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അത് 1, 2, 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ബീറ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചടിച്ചെടുക്കണം എന്നേ ഉള്ളൂ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ കിട്ടും. പക്ഷെ ഇച്ചിരി സമയം കൂടുതലാണെന്ന് മാത്രം. നമുക്ക് ഇടയ്ക്ക് നിർത്തിയൊക്കെ ചെയ്യേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ, കുറച്ച് ക്ലോസപ്പിലായിട്ട് കാണിക്കാം. ഇതാ നല്ല ക്രീമി ആയിട്ടും നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഇവിടെ മാറ്റി വെക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മൾ സെറ്റാക്കാൻ വെച്ചിരുന്ന ഒരു ബട്ടർ സ്കോച്ച്, ആ ഒരു കശുവണ്ടിയുടെ ഒക്കെ ഒരു കൂട്ടുണ്ടല്ലോ, ഇത് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ, ബട്ടർ പേപ്പറിൽ എന്തുകൊണ്ടാണ് വെച്ചേന്നുള്ളത്. ബട്ടർ പേപ്പറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ. പക്ഷേ സ്റ്റീൽ പാത്രത്തിലും എളുപ്പത്തിൽ തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതങ്ങനെ ഒട്ടിപ്പിടിച്ചങ്ങനെ ഇരിക്കുമൊന്നുമില്ല. ഞാനിപ്പോൾ സ്റ്റീൽ പാത്രം എടുത്തില്ല എന്ന് മാത്രം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം ചൂടാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പറ്റുന്നത് പോലെ ചെറുതാക്കി ഇതിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്ക് അതിനകത്ത് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി, അത് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു മിനിറ്റോളം എടുത്തു, ഞാൻ അടിച്ചെടുത്തു. പക്ഷെ അത്രയും അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയായിരുന്നു. ഇതാ കണ്ടോ, എൻ്റെ ഇവിടുത്തെ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളൊരു 30 സെക്കൻഡിലൊക്കെ മാത്രം ഇത് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമുക്ക് ബ്രെഡാണ് ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ ബേസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലത്തെ ആ ഒരു ക്രസ്റ്റും കൂടെ ഞാനൊന്ന് മുറിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. കണ്ടോ, ആ ബ്രെഡ് ഞാൻ ആ 3 കഷ്ണം എന്നുള്ളത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. അതുപോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ടുള്ള നമ്മുടെ സോസ് എടുക്കുക. ആദ്യം ചെയ്യാനുള്ളത്, നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ആദ്യം ഈ സോസിലൊന്ന് മുക്കിയെടുത്ത് ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സോസ് ഇങ്ങനെ, കാരണം സോസ് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് അതനുസരിച്ച് ഒത്തിരി അങ്ങ് മുക്കിയെടുക്കേണ്ട കാര്യമില്ല, കാരണം ഭയങ്കര ഒരു കുത്തലായി പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് പല ലെയറിലും ചെയ്യാം കേട്ടോ, 1, 2, 3 ലെയറിലൊക്കെ ചെയ്യാം. ഞാനിവിടെ പക്ഷെ ഒരു ലെയറിലേ ചെയ്യുന്നുള്ളൂ, കാരണം പാത്രം അത്രയും ചെറുതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കി ഇച്ചിരി സോസുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് പറയാം. ആ മാറ്റി വെച്ച സോസിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഞാൻ ഈ ബ്രെഡിൻ്റെ മേലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ അങ്ങനെ ആവാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് മാത്രം ഒന്ന് ജസ്റ്റ് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സോസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സോസ് വരും. ഇനിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലത്തെ നമ്മുടെ ആ ഒരു മിക്സിയിൽ അടിച്ചിട്ടുള്ള പൊടി, എനിക്കിവിടെ പൊടിയായിട്ടാണ് കിട്ടിയത്. നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, എങ്കിലാണ് നമുക്ക് ആ കശുവണ്ടിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ കടിക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഒത്തിരി കടിക്കാൻ കിട്ടിയില്ല കശുവണ്ടി എന്ന് മാത്രം, ബാക്കിയെല്ലാം അതുപോലൊക്കെ തന്നെയാണ്. ഇനി ഒരു ലെയർ ഞാൻ ആ ഒരു കശുവണ്ടിയുടെ ഒക്കെ മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്രീം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിൻ്റെ മേലെ ഇട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാനപ്പോൾ അതിന് സ്പാച്ചുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു ടവൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ അടിച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സ്, അതും കൂടെ ഞാൻ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും കാര്യത്തിലും ഒക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.
അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ടേബിൾ സ്പൂണോളം ഉള്ള ഒരു സോസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ. അപ്പം അത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടാക്കി ചെറുതായിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊന്ന് വെട്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു 3-4 വര ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒത്തിരി നേരമൊന്നും വേണ്ട, ഫ്രിഡ്ജിനകത്താണ്, ഫ്രീസറിനകത്തല്ല. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പുഡിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിക്കണ്ടേ. അപ്പം ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ അകൊക്കെ അങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്. ആ കശുവണ്ടിയും കൂടെ നമുക്ക് കടിക്കാൻ കിട്ടുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ സൂപ്പർ ആയനായിട്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓർക്കും ഈ ഒരു ബട്ടർ സ്കോച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വലിയ എന്തോ സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പഞ്ചസാരയും അതുപോലെ ബട്ടറും ഇച്ചിരി കശുവണ്ടിയോ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബട്ടർ സ്കോച്ച് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്തു എന്ന് പറയാനായിട്ട് ക്രീമാണ് ചേർത്തത്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്, ബ്രെഡ് ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്മൂത്തി, ഉള്ളിലൊക്കെ വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.